ഇന്ന് നോക്കാൻ പോകുന്നത് തജ്വീദിൻ്റെയും ലിസാനിൻ്റെയും സമസ്തയുടെ പൊതുപരീക്ഷ ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്ന് നോക്കാം. ശരിയായി അടയാളപ്പെടുത്താം. 1. ജമുൽ ഖുർആൻ. ഉസ്മാൻ റളിയല്ലാഹു, അബൂബക്കർ റളിയല്ലാഹു, അലി റളിയല്ലാഹു. അബൂബക്കർ റളിയല്ലാഹു ആണ്. അൽ ഖാരിയ, ഹ ഉൽ-ലമീർ, ഹ ഉസ്-സക്കത, ഹ ഉത്ത്-അനീസ്. ഹ ഉത്ത്-അനീസ് ആണ്. വഖഫ് ലാസിം എന്താണ്? മീം ആണ്. ജീമുണ്ട്, തോ ഉണ്ട്. വഖഫ് മീമാണ്. മജ്രേഹ തഫ്ഖീം ഉണ്ട്. ഇമാലത്തുണ്ട്, ഇസ്മാമുണ്ട്. ഇമാലത്താണ്. ഇസ്മാമ ലാ തഅമന്ന എന്നാണ്. അത് ഉച്ചരിച്ച് കാണിക്കാൻ കഴിയുമല്ലേ? ഒക്കെ നോക്കിയേക്കാം. ഇയ്യാക നഅ്ബുദു ഹംസത്തുൽ വസ്ൽ, അലിഫുൽ വസ്ൽ, ഹംസത്തുൽ ഖത്അ ആണ്. വഖഫ് ചെയ്യലാണ് നല്ലത്. വഖഫ് മുത്ലഖ് ഉണ്ട്, വഖഫ് ജായിസ് ഉണ്ട്, വഖഫ് മുറാഖിബ് ഉണ്ട്. എന്താണ്? വഖഫ് മുത്ലഖ് ആണ്. ബി, വ്യക്തമാക്കുക. ഇബ്ലീസിനെ വേദനിപ്പിക്കുന്ന സുജൂദ് ഏതാണ്? തിലാവത്തിൻ്റെ സുജൂദാണ്. നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത് ആര് മുഖേന? ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി റളിയല്ലാഹു അൻഹു മുഖേന. ഖുർആനിൽ സക്കത്ത് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങൾ 4 സ്ഥലങ്ങളിലാണ്. എപ്പോഴും സുക്കൂനായിരിക്കുന്ന ഹാ, സക്കത്തയുടെ ആ, ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്ത ഹംസ. ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്ത ഹംസ. ഹംസത്ത് തഅനീസാണ് കേട്ടോ. ഇനി 3 തിരഞ്ഞെടുക്കാം. ഇതിൽ മുകളിൽ സക്കത്ത, ഹ ഉത്ത്-അനീസ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇസ്തിഅലാ, സിഫത്തുകൾ ഇബ്നു മസ്ഊദ് എന്നുണ്ട്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 2 അമീറുൽ മുഅ്മിനീൻ്റെ കാലത്തും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തന്നെയാണ്. അപ്പോൾ ആര് ചോദിച്ചാലും അത് എഴുതണം. നബിയുടെ പ്രധാന എഴുത്തുകാരനും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു ആണ്. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടർന്നാണ് എന്ത്? സക്കത്ത. അവിടെ സക്കത്ത എന്ന് മാത്രം എഴുതിയാൽ മതി. ഇത് പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇത് പാലിച്ചുകൊണ്ടാണ് സിഫത്തുകളുണ്ട്. ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് ഉച്ചരിക്കണം. ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് ഉച്ചരിക്കേണ്ടത് ഏതാണ്? ഹ ഉത്ത്-അനീസാണ്. ശബ്ദശക്തി എണ്ണാക്കിലേക്ക് ഉയരൽ ഇസ്തിഅലാ ആണ്. 4 പൂർത്തിയാക്കാം. 1. അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ബസ്വരി വ അത്ലിഖ് ബിഹി ലിസാനി വശ്റഹ് ബിഹി സദ്രി വസ്തഅ്മിൽ ബിഹി ജസദി വ ഇന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്നാണ്. അവിടെ വ എന്നല്ല, അവിടെ ഫ ഇന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്നാണ്. ഇനി അതൊന്നും ഓക്കെ. 2. ഫയ റബ്ബി മത്യാനി. ആ പാട്ടാണ്. ഹിഫ്ള് മറന്നു പോകാതിരിക്കാനുള്ള പാട്ടാണ്. അപ്പം നോക്കാം. ഫയ റബ്ബി മത്യാനി ബി സിരി ഹുറൂഫിഹി വാനവ്വിർ ബിഹി ഖൽബി വാ സമഇ വ മുഖ്ലത്തി. അങ്ങനെയാണ് ആ പാട്ട് നേർക്ക് നോക്കി വെക്കുക. അതേമാതിരി അതിൻ്റെ മുകളിൽ കാണിച്ച ഹിഫ്ലിൻ്റെ അതുവാ നോക്കി വെക്കുക. ധാരാളം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി 3. സജിദ വജ്ഹ ലില്ലസി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബഅസഹു ബിഹൗലിക വഖുവ്വതിക ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതാണ് ഇതിൻ്റെ ചോദ്യപേപ്പറായി വരുന്നത്. എല്ലാവരും എല്ലാ വിഷയവും പഠിച്ചു വെക്കുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.